ഹായ് ഹലോ. ഇന്ന് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സിൻ്റെ 10th ലെക്ചറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് ഒരു സമ്മറൈസ് ചെയ്യുകയാണ് നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വരുമ്പോൾ കേസ് സ്റ്റഡീസൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഏത് ഒപ്പീനിയനാണ് കൊടുക്കേണ്ടത്, ഏത് പാരയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് അറിയാൻ വേണ്ടി ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജറായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ഇതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം 1-2 തവണ വാച്ച് ചെയ്യണം സ്റ്റാൻഡേർഡ്സ് തുടങ്ങുന്നതിന് മുമ്പ്, സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിങ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രിപ്പ് കിട്ടും ഈ ടോപ്പിക്കിൻ്റെ മുകളിൽ, ഓരോ ടോപ്പിക്കിൻ്റെ മുകളിലും. ഇനി ഞാൻ ഈ കോൺസെപ്റ്റ്സ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യില്ല. അപ്പോൾ എസ്സേസിൽ ഈ ടോപ്പിക്സ് വരുമ്പോൾ പഴയ വീഡിയോസ് വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനുമേ ഒരു കൺട്രോൾ കിട്ടുള്ളൂ. ഓക്കെ, സോ ഐ എം സ്റ്റാർട്ടിങ് ദ വീഡിയോ. ഡിസ്കഷൻ ഓൺ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഇൻ ഓഡിറ്റ് റിപ്പോർട്ട്. എന്തൊക്കെയാണ്? ചില മാറ്റേഴ്സ് നമ്മൾ ഓൾറെഡി പ്രസൻറ്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആയിരിക്കും, അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത്രയും വീഡിയോസ് ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ചില മാറ്റേഴ്സ് നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതായിരിക്കാം. ചില മാറ്റേഴ്സ് റിലേറ്റഡ് ടു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ മാറ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്ന പാര വേറെയുണ്ട്. അതൊന്നുമല്ലാതെ ഈ ശരിക്കും മാറ്റർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, മറ്റേതൊക്കെ ഈ സ്റ്റീരിയോ ടൈപ്പാണ്. ഇന്നത് ചെയ്യണം എന്ന് എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലും നമ്മൾ പറയുന്ന സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല, ഒരേപോലെ നമ്മൾ എഴുതുന്ന മാറ്റേഴ്സാണ്. ഓഡിറ്റേഴ്സ്, ഇതാണ് ഓഡിറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഇതാണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ഒരു 5-6 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ സ്ഥിരം എഴുതുന്ന പോയിൻറ്റ്സ്. അതല്ലാതെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് മാറ്റേഴ്സ് പ്രസൻറ്റും ഡിസ്ക്ലോസും ചെയ്തിരിക്കുന്ന മാറ്റേഴ്സിനെ കുറിച്ച്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മാറ്റേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ടിനെ റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സിനെ കുറിച്ച്, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ മാറ്റേഴ്സ് പ്രസൻറ്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ACPD, അതായത് അക്കൗണ്ട് ബാലൻസസ്, ക്ലാസിഫിക്കേഷൻ, പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ, ACPDയും കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടുമുണ്ട്, ഒരു മിസ്റ്റേക്കും ഇല്ല, എല്ലാം കറക്റ്റാണ്. അങ്ങനെയാണ്. പക്ഷേ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽ അൺസർട്ടനിറ്റി. എന്തിൽ? ഗോയിങ് കൺസേണിൽ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ MUGC പാരയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഗോയിങ് കൺസേൺ, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. ആ പാരയിൽ നമ്മൾ മെൻഷൻ ചെയ്യണം ഇഫ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഓഫ് ഗോയിങ് കൺസേൺ. ഓക്കെ, എല്ലാം കിട്ടിയാൽ പോലും സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം കറക്റ്റാണ്. പക്ഷേ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്. ഗോയിങ് കൺസേണിനെ കുറിച്ചൊരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ളതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അത് മാനേജ്മെൻറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്, മാനേജ്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ മാനേജ്മെൻറ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവർക്ക് വേറെ കുറേ പ്ലാൻസ് ഉണ്ട് അത് ഓവർകം ചെയ്യാൻ. ആ കേസിൽ നമ്മൾ ആ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നത് MUGC പാരയിലാണ്. ഓക്കെ, ഇനി അത് എംഫസൈസ് ചെയ്യണം എന്ന് ഓഡിറ്ററിന് തോന്നുകയാണെങ്കിൽ EOM പാരയിലും എഴുതാം. പക്ഷേ അത് ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റി ആണെങ്കിൽ നമ്മൾ EOMന് പകരം KAM പാര, ബിക്കോസ് ഇറ്റ് ഇസ് ആൻ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ, അല്ലേ? സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ KAM പാരയിൽ എഴുതുന്ന സാധനങ്ങൾ നമ്മൾ EOMൽ എഴുതില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് KAM പാരയിൽ എഴുതും. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ, സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ്, പക്ഷേ എങ്കിൽ ACPDയിൽ കറക്റ്റല്ല. ACPDയിൽ മിസ്റ്റേക്സ് ഉണ്ട്. അതായത് അക്കൗണ്ട് ബാലൻസസ്, ക്ലാസിഫിക്കേഷൻ, പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ, ഇതിൽ എവിടെയൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്. നമുക്ക് സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാം, അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കാം. ക്വാളിഫൈഡ് കൊടുക്കുന്നത് മെറ്റീരിയലാണ്, പെർവേസീവ് അല്ല.
അഡ്വേഴ്സ് കൊടുക്കുന്നത് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കും. ഓക്കെ. ഇനി അടുത്ത സിറ്റുവേഷൻ, സഫിഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് മാറ്റേഴ്സ് പ്രസൻറ്റഡും ആണ് ഡിസ്ക്ലോസ്ഡ് ആണ്, പക്ഷേ സഫിഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് നമുക്ക് കിട്ടിയില്ല. സഫിഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക? ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ കൊടുക്കും, അല്ലേ? അല്ലെങ്കിൽ അത് മെറ്റീരിയലാണ് പക്ഷെ പെർവേസീവ് ആവാൻ ചാൻസ് ഇല്ല എങ്കിൽ നമ്മളത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. മെറ്റീരിയലും പെർവേസീവും ആവാൻ ചാൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ കൊടുക്കുന്നത്. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, പ്രസൻറ്റഡ് ആൻഡ് ഡിസ്ക്ലോസിനെ കുറിച്ച്. നെക്സ്റ്റ്, മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റർ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ബേസിക് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതായത് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു 6 പോയിൻ്റ് ഉണ്ട്. ഓഡിറ്റർ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 6 പോയിൻറ്റ്സ്. ആ 6 പോയിൻറ്റ്സ് എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലും വരുന്നതാണ്. പക്ഷേ അഡീഷണലി എന്തെങ്കിലും ഓഡിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഡിറ്ററിന് അഡീഷണൽ പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അതർ മാറ്റർ പാരയിലാണ് കൊടുക്കുന്നത്. ഓക്കെ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ EOM പാരയും അതർ മാറ്റർ പാര 705. അപ്പോൾ അതിൽ EOM പാരയിലാണ് ഈ കൊടുക്കുന്നത്. കാരണം ഈ അഡീഷണൽ എന്തുകൊണ്ടാണ് നമ്മൾ EOMൽ കൊടുക്കാത്തത്? കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി പ്രസൻറ്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. EOMൻ്റെ ഒരു കണ്ടീഷൻ അതാണ്. EOMൻ്റെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഈ പറയുന്ന കാര്യം. OMലാണ് അതുകൊണ്ട് കാണിക്കുന്നത്. അതായത് ഓഡിറ്റർ അഡീഷണൽ പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഓഡിറ്റർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് EOMൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ OM പാരയിൽ ഓഡിറ്റർക്ക് കാണിക്കാം. ഇനി അഡീഷണൽ പോയിൻറ്റ്സ് അറ്റ്മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ എൻറ്റിറ്റി ഒരു ലിസ്റ്റഡും കൂടിയാണെങ്കിൽ നമുക്കതിനെ KAMൽ കാണിക്കാം. പക്ഷെ KAMൽ 701ൽ കാണിക്കുമ്പോൾ നമ്മളത് OMൽ കാണിക്കില്ല. കാരണം OMൻ്റെ ഒരു കണ്ടീഷൻ തന്നെ അത് KAM ആയിരിക്കരുത് എന്നാണ്. ഐ ഹോപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പഴയ വീഡിയോസിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 4 കണ്ടീഷൻ EOMലും 4 കണ്ടീഷൻ OMലും പറയുന്നതിൽ 2ലും നമ്മൾ പറയുന്നുണ്ട് KAM മാറ്റർ ആണെങ്കിൽ അതൊരിക്കലും EOMലോ OMലോ ഇടില്ല എന്ന്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ, മാറ്റേഴ്സ്. അപ്പോൾ നമ്മൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഓഡിറ്റ് പ്രൊസീജിയറും കഴിഞ്ഞു. അടുത്തത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്. ചില സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ് പറയും. പിന്നെ അങ്ങനെ പറയുമ്പോൾ ആ കാര്യങ്ങൾ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ മാറ്റേഴ്സ് അത് ലീഗൽ അല്ലെങ്കിൽ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനത്തെ മാറ്റേഴ്സ് സെൻട്രൽ ഗവൺമെൻറ് കൺസൾട്ടേഷൻ വിത്ത് NFRA എന്ന് വെച്ചാൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, അവരായിട്ടുള്ള കൺസൾട്ടേഷനിൽ ചിലപ്പോൾ അവർ പറയും, സെൻട്രൽ ഗവൺമെൻറ് പറയും ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിൽ ഇന്ന കാര്യങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആണ്. അത് ഓഡിറ്റർ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാണ്? റിപ്പോർട്ട് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് പാര. അങ്ങനെ ഒരു പാരയുണ്ട്, റിപ്പോർട്ട് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് പാര. ഇപ്പം ഞാൻ പറഞ്ഞ NFRA ഒക്കെ ഇന്നതൊക്കെ വേണമെന്ന് പറയുന്നത് 143(11) എന്ന് പറയുന്ന സെക്ഷനിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ 143(3)ൽ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അത് കുറച്ച്, അതായത് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തോ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, പിന്നെ ബ്രാഞ്ച് ഓഡിറ്റ് ചെയ്തതിനെക്കുറിച്ച്, റീകൺസിലേഷനെക്കുറിച്ച്, AS ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യം. ഡയറക്ടേഴ്സ് എല്ലാം ഡിസ്ക്വാളിഫൈ ചെയ്ത ഡയറക്ടേഴ്സ് ഉണ്ടോ, ഡയറക്ടേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓഡിറ്റർ പറയണം. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് 143(3)ലാണ്. അപ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ 143(1) എന്ന് പറഞ്ഞാൽ ഓഡിറ്ററിന് ഡ്യൂട്ടി ടു എൻക്വയർ ഇൻ ടു സർട്ടൻ മാറ്റേഴ്സ്. ഓഡിറ്റർ എൻക്വയർ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല, ഓഡിറ്റർ എൻക്വയർ ചെയ്യണം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ റിപ്പോർട്ട് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സിലാണ് റിപ്പോർട്ട് ചെയ്യുക. അതാണ് 143(1) എന്ന് പറയുന്നത്. ഓക്കെ.
അതായത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രിജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി ഓർ മെമ്പേഴ്സ് ആണോ എന്ന്, പിന്നെ ബുക്ക് എൻട്രീസ് ഉണ്ടെങ്കിൽ അത് പ്രിജുഡീഷ്യൽ ആണോ, പിന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസിന് ഡെപ്പോസിറ്റായിട്ട് കാണിച്ചിട്ടുണ്ടോ, ഫേക്ക് ആയിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ബുക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ 143(1) പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റർ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന റിപ്പോർട്ട് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് പാര. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓവറോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് ഈ 10 വീഡിയോസിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ ഒപ്പീനിയനെ കുറിച്ചും, ക്വാളിഫൈഡ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് ഒപ്പീനിയൻ, പിന്നെന്താ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ, ഏതേത് സാഹചര്യത്തിൽ കൊടുക്കും, OM പാര, പിന്നെ EOM പാര, KM പാര, പിന്നെ ഈ റിപ്പോർട്ട് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് പാര, പിന്നെ ഗോയിങ് കൺസേൺ, മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉള്ളപ്പോൾ കൊടുക്കുന്ന ഗോയിങ് കൺസേൺ പാര, എല്ലാ പാരയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇനി നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിങ്ങിലേക്ക് കടക്കുവാണ്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോസ് 2 പ്രാവശ്യമെങ്കിലും, ഈ 10 വീഡിയോസും 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്താണെന്ന് നന്നായി മനസ്സിലാകും. എന്നിട്ട് വേണം നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിങ് തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.